ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് മീനച്ചാറിൻ്റെ റെസിപ്പിയാണ്. ആദ്യമേ തന്നെ നമുക്ക് മീനിലേക്ക് മുളക് പൊടി, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് നേരം ഒന്ന് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് എടുത്ത് മാറ്റാം. അതിന് ശേഷം നമുക്ക് ആ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം അതിൻ്റെ കൂടെ നല്ലെണ്ണയും കൂടെ ആഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുളക് പൊടി വേണം, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകം പൊടിച്ചത് എന്നിവ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. പിന്നെ നമുക്ക് മീനിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് എല്ലായിടത്തും ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇത്രയും ചാറ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും അല്ലാതെ കുറച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ.